ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ കുറേ നാളത്തെ തീരുമാനത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ഇടുവാണ്. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എന്താണ് ലോങ് വീഡിയോയിൽ പറയേണ്ടതെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ ഷോർട്സ് ആണല്ലോ തന്നെ, അപ്പോഴത്തേക്കും ഷോർട്സ് ഇടാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ലോങ് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ പറയണം. എനിക്ക് എന്ത് പറയണം, എവിടെ തുടങ്ങണം എന്ന് ഞാനിങ്ങനെ കൺഫ്യൂഷനിലായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് രണ്ടു പിള്ളേർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. ചേച്ചി ഇന്ന പോലെ ലോങ് വീഡിയോ ചെയ്യുമോ, UK വന്ന് എങ്ങനെയാണ്, അത് സെപ്റ്റംബർ ഇന്ത്യയിൽ വരാൻ നിൽക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ അത് തന്നെ ലോങ് വീഡിയോ ചെയ്യാം. കാര്യം ഷോർട്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റത്തില്ലല്ലോ. അപ്പം UK, ഞാനിവിടെ UK വന്നത് ജാനുവരി 2024 ഇപ്പം ഞാൻ 1.5 വർഷമായി ഇവിടെ വന്നിട്ട്. അപ്പം ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഡ്ഷയറിലാണ് പഠിക്കുന്നത്. ഞാൻ MSc കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് സിസ്റ്റം സെക്യൂരിറ്റി വിത്ത് അഡ്വാൻസ്ഡ് റിസർച്ച്. ഭയങ്കര ചെറിയ പേരെ കൊണ്ട് പറയാൻ എളുപ്പമാണ്. പിന്നെ UK എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ UK അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തൊരു കാര്യം എടുത്താലും അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ UK എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിനൊരു പോസിറ്റീവ് സൈഡും ഉണ്ട്, ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. പോസിറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത്രയും നാൾ ഞാൻ ഇവിടെ നിന്നതിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് കിട്ടും നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പല കാര്യങ്ങളും കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പം എന്താ പറയുക, ഒരു റെസ്പെക്റ്റ് എന്നൊരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു റെസ്പെക്ട് കിട്ടും നമുക്ക് ഇവിടെ. അത് നമുക്ക് മനസ്സിലാവുന്ന എപ്പോഴാണ് നമ്മളൊരു മോളിൽ കൂടെയൊക്കെ നടക്കുകയെന്ന് വെച്ചാൽ, അപ്പം നമ്മൾ അതിൻ്റെ എൻട്രൻസിൽ കൂടെ കയറാൻ പോവാണ്, തൊട്ട് ഓപ്പോസിറ്റ് കൂടി വേറൊരാൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ നമുക്കായിരിക്കും പ്രയോറിറ്റി അറിയാം, നമ്മൾ പോയിട്ട് അവർ പോകത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടെ റെസ്പെക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. കാര്യം നാട്ടിലത് കിട്ടാൻ ഭയങ്കര പാടാണല്ലോ. എനിക്ക് അങ്ങനെ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർ ഓക്കെ, ഞാൻ പോയിട്ട് നീ പോയാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു മൈൻഡാണല്ലോ. പക്ഷെ ഇവിടെ എനിക്ക് കുറച്ചുകൂടെ റെസ്പെക്റ്റ്. സോ നമ്മളും അപ്പോൾ ആ ഒരു രീതിക്ക് യൂസ്ഡ് ആകും ഇവിടെ വരുമ്പോഴത്തേക്കും. ഓക്കെ, അവർ പോകുമ്പോൾ അവർ പോയിട്ട് നമ്മൾ പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് നമുക്കും വരും. അങ്ങനെ കുറേ കാര്യങ്ങളിൽ എനിക്ക് പോസിറ്റീവാണ് തോന്നി. പിന്നെ ലാംഗ്വേജ്, ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇതെല്ലാം. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആയിരിക്കും. അവർ UK വന്നിട്ട് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പലതായിരിക്കും. അപ്പം എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് കുറച്ചുകൂടി ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകാൻ പറ്റി ഇവിടെ വന്നിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ ഞാൻ IELTS ഒന്നും എക്സാം ഒന്നും എഴുതിയില്ല. ജസ്റ്റ് IELTS ഒരു മന്ത് ഞാൻ പഠിച്ചു. എന്നിട്ട് ജസ്റ്റ് ഒരു ബേസിക് ഇംഗ്ലീഷ് ഒക്കെ എനിക്കറിയാമായിരുന്നു ഇവിടെ വന്നിട്ട്. പിന്നെ ഞാൻ വർക്കിന് പോകുമ്പോഴത്തേക്കും അവരുമായിട്ട് സംസാരിക്കും. നമ്മുടെ കുറച്ച് ബഡീസ് ഉണ്ട്, അപ്പോൾ അവരുമായിട്ടൊക്കെ ഇങ്ങനെ എപ്പോഴും സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവും. ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മിങ്കിൾ ചെയ്യുന്നവരുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവുന്നത്. അപ്പം നമ്മൾ ക്ലാസ്സിലൊക്കെ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ, ആകെ 3-4 മലയാളികളൊക്കെ കാണുള്ളൂ. പക്ഷേ അവരുടെ ചിലപ്പോൾ ക്ലാസ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ആകെ ഒരാഴ്ചയിൽ 2 ദിവസമൊക്കെ ക്ലാസ് കാണത്തുള്ളൂ. അപ്പം ചിലപ്പോൾ അവർ വരുന്ന അവരുടെ ഒരു ടൈമിംഗ് ആയിരിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇന്ത്യക്ക് ഇഷ്ടംപോലെ കുട്ടികൾ ഒരു കോഴ്സിന് കാണും. അപ്പോൾ അവരെക്കൊണ്ട് ഒരു ക്ലാസ് റൂമിൽ എല്ലാവരും കൂടെ അക്കോമഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം ഇതൊരു ബാച്ച് ആയിട്ട് ചിലപ്പോൾ എനിക്ക് മൺഡേ ആണ് ക്ലാസ് എങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ചിലപ്പോൾ ട്യൂസ്ഡേ ആയിരിക്കും, ഇല്ലെങ്കിൽ മൺഡേ തന്നെ അവളുടെ ടൈമിംഗ് വ്യത്യാസം ഉണ്ടാവും. അപ്പം നമുക്ക് കൂടുതൽ ഇൻട്രാക്ഷൻസ് കുറവായിരിക്കും ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള, എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. പക്ഷെ ഞാൻ കൂടുതലും എനിക്ക് സംസാരിക്കേണ്ടി വരാറ് വർക്ക് ചെയ്യുമ്പോഴാണ്. കാരണം വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ പ്രറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇവിടുത്തെ ഒരു കോഫി സാൻഡ്വിച്ച് ഷോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം അത് കൂടുതലും അവിടെ വരുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഷോപ്പ് ഒരു മോളിൻ്റെ അകത്താണ്. ആ മോളിൻ്റെ ചുറ്റും കുറേ ഇങ്ങനെ IT ഫേംസും അക്കൗണ്ടിങ് ഫേംസ് ഒക്കെയാണ് നിറച്ച്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസിൻ്റെ അത്രയും കമ്പനീസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ന് വെച്ചാൽ, ഞാൻ കിച്ചണിലും വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്രണ്ട് ഹൗസിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഹൗസിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. ഞാൻ കൂടുതലും എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയത് അങ്ങനെയാണ് കേട്ടോ, കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ്. ആദ്യം വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബേസിക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കൂടി ഇവരുടെ ഒരു ആക്സെൻ്റ് ഒക്കെ മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരിക്കും. ഒരു വേറൊരു കൈൻഡ് ഓഫ് ആക്സെൻ്റ്, ബ്രിട്ടീഷ് ആക്സെൻ്റ് ആണല്ലോ. അപ്പം നമുക്ക് ആദ്യം വരുമ്പോഴത്തേക്കും നമ്മൾ ഈ സിനിമയൊക്കെ കണ്ടിട്ടുള്ളൊരു ഇതല്ലേ ഉള്ളൂ, നമ്മൾ ഈ വൈറ്റ്സ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് പീപ്പിളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടില്ലല്ലോ നേരത്തെ. അപ്പം ചിലൊരു ബുദ്ധിമുട്ടൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷെ പിന്നെ നമ്മളത് യൂസ്ഡ് ആവുമല്ലോ കേട്ട്. അപ്പം നമുക്ക് മനസ്സിലാവും ഇന്ന വേർഡാണ് അവർ പറയുന്നതെന്ന് മനസ്സിലാകും. സോ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ലാംഗ്വേജ് എനിക്ക് കുറച്ച് ഇമ്പ്രൂവ് ആവാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. എല്ലാവരുടെയും കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് അവർ വർക്ക് ചെയ്യുന്നത് കൂടുതലും അവരുടെ കൂടെ ഈ സൗത്ത് ഇന്ത്യൻസും നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദിയിലൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കൊരു നെഗറ്റീവ് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, ഇപ്പോൾ പുതിയ റൂളൊക്കെ വന്നല്ലോ. അപ്പം കുറേ കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതെനിക്കൊരു നെഗറ്റീവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതെല്ലാവർക്കും ഒരു നെഗറ്റീവ് ആണല്ലോ. നമുക്ക് കൂടുതലും നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ ആയിട്ട് വന്നിട്ട് പെട്ടെന്നൊരു റൂളൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലാവരും ഇത് അഫക്റ്റ് ചെയ്യും.
അപ്പം അതിവിടുത്തെ ഒരു നെഗറ്റീവ് തന്നെയാണ്. പിന്നെന്താ, നമുക്കിവിടെ പാർട്ട് ടൈം ചെയ്യാം, കൂടെ പഠിക്കാം, നമുക്കൊരു കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആവാം, നമുക്ക് നമ്മുടെ കാര്യം നോക്കി നിൽക്കാം, അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ കുറേ പോസിറ്റീവ്സ് ആണ് അത്. പിന്നെ പാർട്ട് ടൈം ഒക്കെ കിട്ടാൻ ഇപ്പോൾ ഈ ഇൻടേക്കിലൊക്കെ വരുന്നവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കമ്പാരിറ്റീവ്ലി ജാൻ ഇൻടേക്കിലൊക്കെ വരുന്നവരെക്കാളും. കാര്യം ഞാൻ ജാൻ ഇൻടേക്കിലാണ് വന്നത്. അപ്പോൾ ആ ടൈമിൽ വിൻ്റർ കഴിഞ്ഞിട്ടില്ല, വിൻ്ററിൻ്റെ ടൈമാണ്, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ടൈം. അപ്പോൾ ആ ടൈമിൽ പൊതുവേ സെയിൽസ് ഒക്കെ ഡൗൺ ആണ് ഇവിടെ. അപ്പം വേക്കൻസീസ് ഒക്കെ കുറവായിരിക്കും. കാര്യം അവർക്ക് നല്ല തിരക്കുള്ള ടൈമിലാണല്ലോ ആളെ വേണ്ടത്. അപ്പം ഈ ക്രിസ്മസ് ഒക്കെ കഴിയുമ്പം ഒരുമാതിരി ഇവർ ഏറ്റവും കൂടുതൽ ഇവരുടെ ക്യാഷ് ഒക്കെ ചിലവാക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലാണ്. അപ്പോൾ ആ ടൈമിൽ ഇവർ എല്ലാം ഫുൾ അടിച്ച് പൊളിച്ച് പൈസയൊക്കെ കളഞ്ഞിട്ട് ഇരിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ ആ ടൈമിൽ ചെന്നിട്ട് നമ്മൾ ജോലി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുക്കത്തില്ല. കാര്യം അതെനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ഞാനിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടംപോലെ കുട്ടികളൊക്കെ വന്നിട്ട് വേക്കൻസി ഉണ്ടോയെന്ന് ചോദിക്കും. പക്ഷേ ഇല്ല, കാരണം നമുക്കപ്പോൾ ആ ടൈമിലൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷേ ഈ സെപ്റ്റംബറിൽ വന്നാൽ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കിട്ടാനായിട്ട് എളുപ്പമാണ്. കാര്യം ഇത് സമ്മർ ടൈമാണ്, വിൻ്ററിലേക്ക് കടക്കണേ ഉള്ളൂല്ലോ. പിന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. ഞാനിങ്ങനെ ഇതുപോലെ ഡെയിലി ഇരുന്ന് അപ്ലൈ ചെയ്യുമായിരുന്നു. എന്താ പറയുക, ഓരോ കടയിലും ചെന്ന് ചോദിക്കും. പക്ഷേ ഇപ്പം ഒരു 2-3 വർഷം മുന്നേ ഒരു UK സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ പോയി ചോദിക്കുമ്പോഴായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്, അപ്പം തന്നെ എടുക്കും. അങ്ങനെ ഇപ്പോൾ കുറേ കമ്പനീസ് ഓൺലൈൻ ബേസ്ഡ് ആക്കി ഈ റിക്രൂട്ട്മെൻ്റ് ഒക്കെ. അപ്പോൾ നമ്മൾ എത്ര പോയി ചോദിച്ചാലും നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിൽ നമ്മളെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ അങ്ങനെ വന്നു. അപ്പം ഞാനിങ്ങനെ എന്നും ഡെയിലി ഇരുന്നിട്ട് ഇൻഡീഡിലൊക്കെ ഇരുന്നിട്ട് കാണുന്ന എല്ലാം അയക്കും. പിന്നെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ ആദ്യം വരുമ്പോൾ ജോലി തപ്പി ഇറങ്ങുമല്ലോ. അപ്പോൾ തപ്പി ഇറങ്ങുമ്പോൾ തന്നെ കുറേ കടകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുമല്ലോ. ഇന്ന കട, ചില കടകളൊന്നും നമുക്ക് അറിയില്ല. ഇപ്പോൾ ആകെ നമുക്ക് നാട്ടിൽ നിന്ന് അറിയുന്ന ഒരു കടകൾ സ്റ്റാർബക്സ്, KFC ഒക്കെയാണ്. അതല്ലാണ്ട് ഇവിടുത്തെ കുറേ ഏതൊക്കെ ഷോപ്സുകളും കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കാണ് കുറേ കടകളുടെ പേരുകൾ, ഇങ്ങനെ ഒരു കടകളുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രെറ്റ് പോലെ ഞാൻ അപ്പോഴാണ് ഇതും സ്റ്റാർബക്സ് ഒക്കെ പോലത്തെ തന്നെ ഒരു ഷോപ്പാണ്, കോഫി ഷോപ്പൊക്കെയാണ്. അപ്പം അങ്ങനെ കുറേ നെയിംസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ കുറേ ChatGPTനോട് ചോദിക്കും ഏതൊക്കെയാണ് ഷോപ്സ് ഉള്ളത് ഇവിടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റി. അപ്പോൾ അതും കുറേ സജഷൻസ് തന്നു. അങ്ങനെ ഞാൻ ഡെയിലി ഇരുന്ന് അപ്ലൈ ചെയ്യും. പോയി ചോദിക്കുന്നത് കുറവാണ്. കാര്യം ഞാൻ പോയി ചോദിക്കുമ്പോഴൊക്കെ അവർ നമ്പർ ആദ്യം വാങ്ങിച്ചെടുക്കും, അത്രേ ഉള്ളൂ. എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയത് അപ്ലൈ ചെയ്യുന്ന കേട്ടോ, ഓൺലൈൻ വഴി. കാര്യം ഒരു ദിവസം മാക്സിമം ഇരുന്നിട്ട് എത്ര അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് അത്ര അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് 2-3 സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂ ഒക്കെ വിളിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഫസ്റ്റ് ജോബ് ഇതല്ല കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തു. അതൊരുമാതിരി സത്യം പറഞ്ഞാൽ അത് ഞാൻ ജോലിക്കായിട്ട് പോയതല്ല. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കോളേജിൽ പോകാൻ നേരത്ത് ഞങ്ങൾ ട്രെയിൻ കയറാൻ നിന്നപ്പോഴത്തേക്കും ഞങ്ങൾ ടോയ്ലറ്റ് തപ്പി നടന്നതാണ്. കാരണം അവിടെ പബ്ലിക് ടോയ്ലറ്റ് ഒന്നും ഇല്ല. അപ്പം പെട്ടെന്ന്, കാരണം ആ ഒരു ഏരിയയിൽ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു പബ്ലിക് ടോയ്ലറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും അത് ആക്ച്വലി ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ള അവർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും അവൾ ഓക്കെ, ടോയ്ലറ്റിൽ ഓക്കെ പൊക്കോളാൻ സമ്മതിച്ചു. അങ്ങനെ പോയി. അപ്പം ഞാൻ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിൽ അതൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്. പുള്ളി എന്നോട് ചോദിച്ചു എന്താ വല്ല വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ ക്ലാസ് തുടങ്ങി 1 വീക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇല്ല, ഒന്നും ചെയ്യുന്നില്ല, ഞാൻ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു എന്നാൽ ഇവരുടെ നമ്പർ തന്നോ, ഇവിടെ ഒരു ഗേളിനെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുവാണ്, ചുമ്മാ ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പാർട്ട് ടൈമിലൊക്കെ നമ്മളിങ്ങനെ പാർട്ട് ടൈം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പം ഞാൻ നമ്പറൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട്, അത് ജാനുവരി തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആയപ്പോഴത്തേക്കും പുള്ളി എന്നെ വിളിച്ചു. അപ്പോഴും എനിക്ക് വർക്കായിട്ടില്ല. കാര്യം ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ താമസിച്ച വീട്ടിൽ അവർ കുറേ പേര് മറ്റേ കെയർ ഹോമിൽ വർക്ക് ചെയ്യാം, അപ്പം അവരുടെ കെയർ ഹോമിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു 2 മന്തിൻ്റെ പോയി. കാര്യം ഞാൻ അത് നോക്കി നടന്നുകൊണ്ട്. പിന്നെ അപ്പം എനിക്ക് മനസ്സിലായി അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും ഞാൻ ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്യാൻ, അപ്പോഴാണ് ഞാനൊരു ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ ഇത് വെയിറ്റ് ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ അത്രയും അപ്ലൈ ചെയ്യാനും അങ്ങനെയൊന്നും നോക്കിയില്ല. ഇതുണ്ടല്ലോ കെയർ ഹോമിൽ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിൻ്റെ പ്രോസസ്സൊക്കെ ഭയങ്കര ലാഗായിരുന്നു. അപ്പം കാര്യം നമുക്കിവിടെ റെൻറ്റും കൊടുക്കണം, എല്ലാം കൊടുക്കണമല്ലോ. ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തത്. അപ്പം ഞാൻ ലിവിങ് എക്സ്പെൻസിൽ നിന്നാണ് അത്രയും നാൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലായി ഇനി ഇത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ നോക്കിയേ പറ്റുള്ളൂ എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഞാൻ അങ്ങനെയാണ് പോയി അപ്ലൈ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പോഴേക്കും ഈ പുള്ളി എന്നെ മെയ് ആയപ്പോഴത്തേക്കും വിളിച്ചു. അന്ന് ഓർക്കുന്നുണ്ടോ ഇങ്ങനെ നമ്പർ എഴുതിയെടുത്തതൊക്കെ? അപ്പം ഞാൻ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ആവശ്യം വന്നു, ഇന്ന് തന്നെ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ പിന്നെന്താ ഇന്ന് തന്നെ വരാൻ, കാരണം നമ്മൾ ജോലി എന്തായാലും വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ടൈമാണല്ലോ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവരെന്നെ കാണിച്ചു തന്നു. അത് മറ്റേ പാകിസ്ഥാനി ഗ്രിൽഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഗ്രിൽഡ് ഐറ്റംസും കെബാബ്സ് അങ്ങനെയുള്ള ഐറ്റംസ്, ഈ ഗ്രിൽഡ് ചിക്കൻ, അങ്ങനെ പിന്നെ കുറേ പാകിസ്ഥാനി ഐറ്റംസ് അങ്ങനത്തെയൊക്കെ. അപ്പോൾ അവിടെ നമ്മളെല്ലാം ചെയ്യണമായിരുന്നു.
എന്താ പറയുക, അവിടെ ഈ ഷിഷ് കബാബ് എന്നൊരു സാധനം ഉണ്ട്. അത് ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ട് പനീറും ക്യാപ്സിക്കും അങ്ങനെ ഒരു സാധനം. അപ്പം അതിൻ്റെ ആ ഒരു സ്റ്റിക്കിൻ്റെ അകത്തേക്ക് ഇത് എല്ലാം കയറ്റിയിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്യണം. അപ്പോൾ അതെല്ലാം ചെയ്യണം. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഡിഷ് വാഷിംഗ് ഒക്കെ ചെയ്യണം. പിന്നെ ടേബിൾസ് ക്ലീൻ ചെയ്യണം, സെർവ് ചെയ്യണം, നമ്മൾ ഓർഡർ എടുക്കണം, അങ്ങനെ എല്ലാം ചെയ്യണമായിരുന്നു. അതാണെങ്കിൽ എനിക്ക് ആ ടൈമിൽ വലിയ ഒരു ബേസിക് സാലറി പോലും അവർ കൊടുക്കത്തില്ലായിരുന്നു ആ ടൈമിൽ. അപ്പം പിന്നെ വേറെ നിവർത്തിയില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടിയേ പറ്റുള്ളൂ എന്ന് ഓർത്ത് ഞാൻ പിന്നെ അവിടെ നിന്ന് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മാസം ഞാൻ പിന്നെ എന്താണെങ്കിലും 1 മന്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, കാര്യം നമ്മളിങ്ങനെ ഷോപ്പിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ അവർ ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ടോ, വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അന്ന് എനിക്കൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു 1 മന്ത് നിന്ന് ആ എക്സ്പീരിയൻസ് പറയാലോ എന്നോർത്താണ് മെയിൻ ഞാൻ നിന്നത്. എന്നിട്ട് പിന്നെ പയ്യെ മാറാലോ വേറെ ഷോപ്പിലേക്കാണ് ഓർത്ത്. അപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ലതായിരുന്നു. അതിൻ്റെ ഒരു ഓണർ മാത്രം എനിക്ക് അത്ര പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഇഷ്ടമല്ലായിരുന്നു. പുള്ളി ഭയങ്കര ഒരു റൂഡായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ നമുക്ക് ആ ഷോപ്പിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മാത്രമേ തിരക്കുള്ളൂ. ബാക്കിയുള്ള ദിവസം വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് കുറേ ഫ്രീ ടൈം കിട്ടും. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ല. അപ്പം നമ്മളവിടെ വർത്താനം പറഞ്ഞൊക്കെ നമുക്ക് നിൽക്കാം. അപ്പോൾ അവിടെ എൻ്റെ കൂടെ ഒരു പാകിസ്ഥാനി ഒരു ബാജി എന്നായിരുന്നു പുള്ളിക്കാരനെ വിളിക്കുന്നത്. പിന്നെ ഒരു ഗുജറാത്തി ഒരു പ്രവീണ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അപ്പം അവരെല്ലാവരും ഭയങ്കര അവരുടെ മോളെ പോലെ കാണുന്നത്. അപ്പം വർക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിങ്ങനെ ഞാനിവിടെ വന്ന കാര്യങ്ങളും അങ്ങനെയുള്ള വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംസാരിക്കും. അപ്പം ആ പുള്ളി ഓണർ വന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഇവിടെ ഇരിക്കും. അപ്പം പുള്ളി ഒരു ദിവസം ഭയങ്കര റൂഡായിട്ട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കാനൊന്നും പറ്റത്തില്ല, എന്തെങ്കിലും ജോലി ഇവിടെ കാണുന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ഒരു ജോലി ഉണ്ടല്ലോ അവിടെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവരും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം പുള്ളിക്ക് പിന്നെ അവർ അവിടെ എക്സ്പീരിയൻസ് സ്റ്റാഫാണ്. അപ്പോൾ അവരുടെ അടുത്തൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ അവിടെ ന്യൂ ആണല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പറയാമെന്ന് വിചാരിച്ച് എന്നോട് പറഞ്ഞു അവിടെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, കാര്യം നമ്മുടെ ഫസ്റ്റ് ജോബാണ് ഞാനിവിടെ UK വന്നിട്ട്. അപ്പോൾ തന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. കാരണം നാട്ടിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നേരെ ഇങ്ങനെ പോരുമായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഒരു ജോലിയുടെ എക്സ്പീരിയൻസ് പോലും ഇല്ല, ഒരു ജോലിയിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിയില്ല ആ ടൈമിൽ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. അപ്പം ഞാൻ അന്ന് എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കാര്യം പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇത്ര റൂഡായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. പിന്നെ ഞാൻ അങ്ങനെ ഇരുന്ന് പിന്നെ എനിക്കൊരു വാശിയായിരുന്നു, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ജോലി കണ്ടുപിടിക്കണം എന്ന്. ഞാൻ കുത്തിയിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനിരുന്ന് അപ്ലൈ ചെയ്യും. എല്ലാം എനിക്കറിയുന്ന എന്തൊക്കെ ഷോപ്പുണ്ടോ അതിലെല്ലാം ഞാൻ അപ്ലൈ ചെയ്യും. ലാസ്റ്റ് അപ്ലൈ ചെയ്ത് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യാനൊന്നും ഇല്ലാണ്ട് വരെ വന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഫുൾ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും പുതിയ അപ്ഡേറ്റഡ് ആവുമല്ലോ, പുതിയ ജോലി ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഓരോ ദിവസം അപ്ഡേറ്റ് ആവുന്നത് വരെ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് 2-3 സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂവിനൊക്കെ വന്നു. ഒരു ജോ ആൻഡ് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്നൊക്കെ വന്നു. പിന്നെയാണ് ഞാൻ പ്രറ്റിന്ന് വരുന്നത്. പ്രറ്റിൽ വന്നിട്ട് ഞാൻ നേരെ ട്രയലിൽ നിന്നപ്പോൾ അവർ ഓക്കെ വർക്കൊക്കെ കാണിച്ചു, നമ്മൾ അതുപോലെ തന്നെ ചെയ്തു. ഓക്കെ, അവർക്ക് ഓക്കെയാണ്, അങ്ങനെ എന്നെ സെലക്ട് ചെയ്തു. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രറ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ പോയ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൻ്റെയും ഈ ഒരു ഷോപ്പിൻ്റെയും ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലായത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു യൂറോപ്യൻ ബേസ്ഡ് കമ്പനി. അപ്പോൾ അവർ എല്ലാ പ്രയോറിറ്റിയും ഒരു എംപ്ലോയിക്ക് തരും. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതൊരാൾ നടത്തുന്ന ഒരൊറ്റ കടയല്ല, കുറേ ബ്രാഞ്ചസ് UK തന്നെ 10-600ഓളം ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ നമ്മുടെ ഷോപ്പിൽ മാനേജർ ഉണ്ടെങ്കിൽ ആ മാനേജർ പോലും അവിടുത്തെ ഒരു എംപ്ലോയി ആണ്. അപ്പോൾ അവർക്ക് പോലും നമ്മളൊന്നും പറയാൻ പറ്റില്ല, നമ്മളെ റൂഡായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാര്യം ഇത് ഒരു യൂറോപ്യൻ ബേസ്ഡ് ഷോപ്പ് ആയതുകൊണ്ട് തന്നെ കുറേ പ്രയോറിറ്റി, നമ്മുടെ അടുത്ത് റൂഡാവാൻ പാടില്ല. പിന്നെ നമുക്ക് ബ്രേക്ക്. മറ്റേത് ഞാൻ 1 ഡേ ഞാൻ 12 hour വർക്ക് ചെയ്യും, അതായത് ഒരു വീക്കിൽ ഞാൻ 60 hours വർക്ക് ചെയ്യും. ഇവിടെ പ്രറ്റിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. പിന്നെ ബ്രേക്ക് ഉണ്ടാവും. അത് അൺപെയ്ഡ് ആണെങ്കിൽ കൂടി നമുക്ക് ബ്രേക്ക് ഉണ്ടാവും കറക്റ്റ് ടൈമിൽ. നമ്മൾ വർക്കിന് അവേഴ്സ് അനുസരിച്ചായിരിക്കും ബ്രേക്ക് വരുന്നത്. അങ്ങനെ ഇല്ല, നമുക്ക് റൂഡാവാൻ പാടില്ല, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് മാനേജേഴ്സിനോട് പറയാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് അപ്പോഴാണ് ശരിക്കും ഒരു ഡിഫറൻസ് മനസ്സിലായത്, ആ റെസ്റ്റോറൻറ്റും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഇതും. പിന്നെ പ്രറ്റിൽ 3 മാസം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെർമനൻറ്റ് എംപ്ലോയി ആയി. ഞാൻ പെർമനൻറ്റ് ആണ്. ഇപ്പം ഞാനൊരു 1 year കഴിഞ്ഞു ഞാനിവിടെ എക്സ്പീരിയൻസ് ആയി. ഇപ്പം ഞാനൊരു കുറച്ച് സീനിയർ ആണല്ലോ. അപ്പോൾ ആദ്യമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളൊരു ന്യൂ ആകുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ ആദ്യം വർക്ക് ചെയ്ത സ്ഥലത്ത് അവിടെ ഒരു അസിസ്റ്റന്റ് മാനേജർ ഉണ്ടായിരുന്നു, ഒരു മെനക്കെട്ടൊരു തള്ള. ഞാൻ അങ്ങനെ തന്നെ പറയും, ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല പുള്ളിക്കാരിനെ. കാര്യം ഞാൻ ന്യൂ ആണല്ലോ, അപ്പം ഞാൻ എല്ലാം പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ ഭയങ്കര റൂഡായിരുന്നു അന്ന്. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്നൊരു ടൈപ്പൊന്നും അല്ലായിരുന്നു. കാര്യം എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല ഒരാളുമായിട്ട് വർക്ക് ചെയ്ത്. ഇപ്പം നമുക്ക് ഇന്ത്യൻസിന് പൊതുവേ ഒരു ധാരണയുണ്ട്, നമ്മുടെ മാനേജർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും പേടിച്ച് നിൽക്കണം, അങ്ങനത്തെ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ഇതാണല്ലോ, ഒരു കൈൻഡ് ഓഫ് തിങ് ആണല്ലോ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. മാനേജേഴ്സ് ആണെങ്കിൽ കൂടി ഈവൻ അവരൊരു എംപ്ലോയി ആണ്, അവർക്ക് എന്തെങ്കിലും നമ്മളോട് റൂഡായിട്ട് സംസാരിച്ചാൽ നമുക്ക് തിരിച്ച് പറയാം. അങ്ങനെ അപ്പം ആദ്യം ആ പുള്ളിക്കാരി എന്നോട് മാത്രം ഭയങ്കര ഇതായിരുന്നു പുള്ളിക്കാരി. കാരണം ഞാനായിരുന്നു അവിടുത്തെ ആകെ ഒരു ന്യൂ ആയിട്ടുള്ള, ബാക്കി എല്ലാവരും അവിടെ സീനിയേഴ്സ് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്താലും ഞാൻ കിച്ചണിലാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ.
അപ്പോൾ കിച്ചണിൽ നമുക്ക് ഇങ്ങനെയെന്ന് വെച്ചാൽ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അത് വേ അപ്പ് ചെയ്യണം. അങ്ങനെ നമ്മളിപ്പം സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ വേ അപ്പ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ അവിടെ എന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള അവർ സീനിയേഴ്സൊക്കെ അവർ വേ അപ്പ് ഒന്നും ചെയ്യത്തില്ല. അവർ വെറുതെ ഇങ്ങനെ ചുമ്മാ കൈകൊണ്ട് ജസ്റ്റ് ഇടും. ഞാനൊന്ന് വേ അപ്പ് ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരി എന്നെ ഒരു 100 ചീത്ത പറയും. അപ്പോൾ ഞാനപ്പോൾ ചോദിക്കാറുണ്ട്, അപ്പോൾ അവരൊന്നും വേ അപ്പ് ചെയ്യുന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം അവർ പറയും, പുള്ളിക്കാരി പറയും അവർക്കറിയാം, അവർ എക്സ്പീരിയൻസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിക്കും, നിന്റെ കൈയാണോ നിന്റെ സ്കെയില്, അല്ലെങ്കിൽ നിന്റെ കണ്ണാണോ നിന്റെ സ്കെയില്, നിനക്ക് ഇത് എത്ര ഗ്രാം ആണെന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയും. ഞാൻ പിന്നെ എനിക്ക് പിന്നെ ഞാൻ എന്താണെങ്കിലും അവിടെ 3 മന്ത് കഴിഞ്ഞാൽ പിന്നെ പെർമനന്റ് എംപ്ലോയി ആണ്. അതായത് ആ 3 മാസം ട്രെയിൻ പീരീഡിൽ അവർക്ക് നമ്മൾ വേണേൽ ഫയർ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോരാം അങ്ങനെ. അപ്പം എനിക്കൊരു വാശിയായിരുന്നു, ആ 3 മാസം കഴിഞ്ഞ് എന്തായാലും എന്നെ പെർമനന്റ് എംപ്ലോയി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിരിച്ചു വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുവരെ എന്തൊക്കെ വന്നാലും ഞാൻ സഹിച്ചു നിൽക്കുമെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ബാക്കി ആൾക്കാരെല്ലാം എൻ്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവർക്കും ഇഷ്ടമല്ല ഈ അസിസ്റ്റന്റ് മാനേജറിനെ. അപ്പോൾ അവർക്ക് ഓൾറെഡി പുള്ളിക്കാരിയുടെ ഒരു ക്യാരക്ടർ അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എനിക്കിങ്ങനെ നമുക്കൊരു ഹേർട്ട് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഒക്കെ ഇങ്ങനെ മാറുമല്ലോ. അപ്പോൾ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ സമാധാനം, കുഴപ്പമില്ല, പുള്ളിക്കാരി അങ്ങനെയാണ്, നീ മൈൻഡ് ചെയ്യണ്ട, നീ ചെവി കൂടെ കിട്ടാ ചെവി കൂടെ കളഞ്ഞാൽ മതി എന്നൊക്കെ അവർ വന്ന് എന്നെ പറയാനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ എപ്പോഴും പറയില്ല, ഞാൻ തിരിച്ച് പിന്നെയും പറയാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് എന്നോട് ഭയങ്കര ഒരു ഇതായി. എന്നാലും പുള്ളിക്കാരിയുടെ ഒരു ചൊറിയണ സ്വഭാവമായിരുന്നു. എനിക്കറിയില്ല, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഈ പ്രെറ്റിലെ തന്നെ ഹെഡ് ഓഫീസിൽ HR ആണ്. അപ്പം പുള്ളിക്കാരി അതുകൊണ്ടാണോ ഇത്ര അഹങ്കാരം എനിക്കറിയത്തില്ല. പക്ഷേ പുള്ളിക്കാരിനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല, എൻ്റെ ലൈഫിൽ ഞാൻ മറക്കത്തില്ല. കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. എന്നെ ഒത്തിരി ആ 3 മന്ത് എന്നെ ഇങ്ങനെ ചൊറിയുന്നൊരു സ്വഭാവം. നമുക്ക് ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ സങ്കടം വരുമായിരുന്നു. കാര്യം നമ്മളിങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ബാക്കി ആരും ഒന്നും പറയുന്നില്ല, എന്നെ മാത്രം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഇത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാറില്ല. പുള്ളിക്കാരി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മൈൻഡേ ചെയ്യാൻ പോകാറില്ല. ഈ ചെവി കൂടെ കിട്ടാ ചെവി കൂടെ കിട്ടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ പിന്നെ പുള്ളിക്കാരി എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല. ആദ്യം വരുമ്പോൾ നമുക്ക് ആരെയും പരിചയമില്ലല്ലോ, എല്ലാവരും നമുക്ക് ഒരുപോലെയാണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് 3 മന്ത് കഴിഞ്ഞിട്ട് ഞാൻ പെർമനന്റ് സ്റ്റാഫായി. ഇപ്പം ഞാൻ കുറച്ച് സീനിയർ ആയല്ലോ, 1 ഇയർ എക്സ്പീരിയൻസ് ആയി. ഇപ്പം എന്നാരും ഒന്നും പറയാൻ വരാറില്ല. പിന്നെ എനിക്ക് വർക്ക് അറിയാം, ഞാൻ വർക്ക് നടി ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ സീനിയർ ആണല്ലോ. പക്ഷെ ഞാൻ ഷോപ്പിൽ നിന്ന് ട്രാൻസ്ഫർ ആയി. കാര്യം എനിക്ക് വീടൊക്കെ മാറേണ്ടി വന്നപ്പോൾ ഞാൻ വേറെ ഷോപ്പിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോൾ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ നിന്നും ഇപ്പം ഇവിടെ ഉണ്ട് അസിസ്റ്റന്റ് മാനേജേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയും ഇവിടെ അങ്ങനെ പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കും അവരോട് ഇങ്ങനെ പറയുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ഒരു നൈസായിട്ട് തന്നെയാണ് അവർ സംസാരിക്കണത്. ആ പുള്ളിക്കാരിക്ക് എന്തോ വട്ടാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അങ്ങനെയാണ് വർക്കിൻ്റെ ഒക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ജോലിയൊക്കെ നോക്കണം. സോ അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ അത്യാവശ്യം, എനിക്ക് ഇവിടുത്തെ സമ്മറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ക്ലൈമറ്റ്. കാര്യം സമ്മർ നമ്മുടെ നാട്ടിൽ അത്രയും ഒരു ഇൻറ്റൻസിറ്റി ഇല്ല ചൂടിന്, എന്നാൽ ചൂടുണ്ട്. കുറച്ചൊരു ചെറിയൊരു നല്ല ചൂട് വരുന്ന ടൈമിൽ ഒരു 30 ഡിഗ്രിയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ചൂട് തോന്നും. കാര്യം നമ്മൾ നാട്ടിലത്രയും ഇല്ലെങ്കിൽ കൂടി നമ്മൾ ആ വിൻ്റർ കഴിഞ്ഞിട്ട് വരുമല്ലോ. അപ്പം വിൻ്ററിൽ നമ്മളൊന്ന് യൂസ്ഡ് ആയി വരുമ്പോഴേക്കും സമ്മറാണ്. അപ്പോൾ ആ ചൂട് നമുക്ക് ആദ്യം ഒന്നും സഹിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് സമ്മർ ഒന്ന് യൂസ്ഡ് ആയിട്ട് വരുമ്പോഴേക്കും വിൻ്റർ പിന്നെയും വരും. അപ്പം ഒരു ഇതിലെങ്ങനെ പോകും നമ്മൾ. ഇനിയിപ്പോൾ വിൻ്റർ വരുവാണ്, ഇതിപ്പം സെപ്റ്റംബർ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പം തന്നെ ചൂടിൻ്റെ ഒരു ഇതൊക്കെ കുറഞ്ഞു തുടങ്ങി. 30 ഡിഗ്രി എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ 19 ഡിഗ്രി ഒക്കെ ആയി. ഇനി സെപ്റ്റംബർ തുടങ്ങി ഒരു പകുതിയൊക്കെ എത്തുമ്പോഴത്തേക്കും വീണ്ടും പഴയ പോലെയൊക്കെ വിൻ്റർ ആയി തുടങ്ങും, ചെറിയ തണുപ്പൊക്കെ ആവും. പിന്നെ ഒരു 10 ഡിഗ്രി ഒരു 15-ന് താഴെയായിരിക്കും പിന്നെ വരുന്നത് ടെമ്പറേച്ചറൊക്കെ. അങ്ങനെ. സോ അങ്ങനെയാണ് ഇപ്പം UK പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് കോഴ്സ് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, ഇപ്പോൾ ജോലിയൊക്കെ നോക്കണം, എന്താണെന്ന് അറിയത്തില്ല. എങ്കിലും എന്താ പറയുക, ഐ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം നാട്ടിൽ നിന്ന് ഇപ്പോൾ ഈ ഇന്ത്യയിൽ വരുന്ന കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടുക. സോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പിന്നെ വരാം. ഹോപ്പ് യു എൻജോയ്. ബൈ.